ഹലോ, ഗുഡ് ഈവനിങ് ഓൾ. കേൾക്കുന്നില്ലേ? വോയിസ് ഓഡിബിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മുടെ PDയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇന്നലെ നടന്ന ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ പോകുന്നു പ്രിപ്പറേഷൻസ് ഒക്കെ? പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നില്ലേ? ഓക്കെ ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ പോവാം കേട്ടോ. സോറി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഹൈഡ്രോളജിക്കൽ സൈക്കിൾ വാട്ടർ ഈസ് പ്യൂരിഫൈഡ്? ഈ ഹൈഡ്രോളജിക്കൽ സൈക്കിളിന്റെ ഏത് സ്റ്റെപ്പിലാണ് വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത് എന്നാണ്. കണ്ടൻസേഷൻ ഉണ്ട്, പ്രിസിപ്പിറ്റേഷൻ ഉണ്ട്, ഇവാപ്പറേഷൻ ഉണ്ട്, ട്രാൻസ്പിരേഷൻ ഉണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ? അതെ, ഇവാപ്പറേഷൻ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ഇവാപ്പറേഷൻ. ഇവാപ്പറേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് എന്താണ്? ഇവാപ്പറേഷൻ എന്നുള്ള പ്രോസസ്സിൽ നമ്മുടെ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വാട്ടർ വേപ്പർ ആയിട്ട് കൺവേർട്ട് ആവുന്ന ഒരു സ്റ്റേജ് ആണ്. ഈ ഒരു ഫേസിൽ നമ്മുടെ വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ഡിസോൾവ്ഡ് സോൾട്ട്സും മിനറൽസും കണ്ടാമിനൻസും ഒന്നും വാട്ടറിന്റെ ഒപ്പം ഇവാപ്പറേറ്റ് ആയി പോകുന്നില്ല. അത് ഒറിജിനൽ വാട്ടർ സോഴ്സിൽ തന്നെ റിമെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ വാട്ടർ വേപ്പർ ഇവിടെ ഒരു നാച്ചുറലി പ്യൂരിഫൈഡ് ഫോം ആയിട്ടാണ് മാറുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ ഹൈഡ്രോളജിക്കൽ സൈക്കിളിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വന്നിട്ടുള്ള മറ്റു ഓപ്ഷൻസ് ഒന്ന് കണ്ടൻസേഷൻ ആയിരുന്നു. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ വേപ്പർ കൂൾ ഡൗൺ ചെയ്തിട്ട് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് തിരികെ വരുന്നതിനെയാണ് നമ്മൾ കണ്ടൻസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ് ഒന്നും നടക്കുന്നില്ല. ഇവാപ്പറേറ്റ് ചെയ്ത വാട്ടർ ജസ്റ്റ് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സ് മാത്രമേ ഈ കണ്ടൻസേഷനിൽ നടക്കുന്നുള്ളൂ. സോ ഈ ഓപ്ഷൻ ഇൻകറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് പ്രെസിപ്പിറ്റേഷൻ ആണ്. പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുമ്പോൾ കണ്ടൻസേഷന് ശേഷം സ്റ്റേറ്റ് മാറിയ ആ ഒരു വാട്ടർ സ്നോ ആയിട്ടും റെയിൻ ആയിട്ടൊക്കെ താഴേക്ക് വരുന്നതിനെയാണ് നമ്മൾ പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രെസിപ്പിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ള ഡസ്റ്റും പൊല്യൂട്ടൻസും ഗ്യാസസും ഒക്കെ ഡിസോൾവ് ആവും. അതുകൊണ്ട് അങ്ങനെ ഈ നമ്മുടെ എൻവയോൺമെന്റിൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ള ഈ ഡസ്റ്റും പൊല്യൂട്ടൻസും ഗ്യാസസും ഒക്കെ ഈ വാട്ടറിന്റെ കൂടെ പ്രെസിപ്പിറ്റേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ആസിഡ് റെയിൻ ഉണ്ടാവുന്നത്. ഇതും ഒരു പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ വരുന്നത് ട്രാൻസ്പിരേഷൻ ആണ്. ട്രാൻസ്പിരേഷൻ എന്ന പ്രോസസ്സ് എന്താണ്? പ്ലാന്റ്സിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്ലാന്റ്സ് അതിന്റെ ലീവ്സ് കൂടെ വാട്ടർ വേപ്പർ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ വാട്ടർ വേപ്പർ ക്ലീൻ ആയിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഓക്കെ, കാണിക്കാട്ടോ. പക്ഷേ ഇവാപ്പറേഷനേക്കാളും മിനിമൽ ആയിട്ട് വളരെ കുറച്ച് മാത്രമേ ഇവിടെ ട്രാൻസ്പിരേഷനിൽ വാട്ടർ വേപ്പർ ക്ലീൻ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ ഹൈഡ്രോളജിക്കൽ സൈക്കിളിലുള്ള ഒരു പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് ആയിട്ട് പറയാൻ പറ്റില്ല. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ വരുന്ന വാട്ടർ പ്യൂരിഫിക്കേഷൻ സ്റ്റെപ്പ് ഏതാണെന്നാണ്. ഓപ്ഷൻസ് കണ്ടൻസേഷൻ, പ്രെസിപ്പിറ്റേഷൻ, ഇവാപ്പറേഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ ആയിരുന്നു. ഇവാപ്പറേഷൻ ആണ് കറക്റ്റ് ആൻസർ. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയതിന് ശേഷം അതിന്റെ സ്റ്റേറ്റ് മാറുന്നതാണ്. അതിന്റെ സ്റ്റേറ്റ് മാറി അത് റെയിൻ ഡ്രോപ്സ് ആയിട്ടും അതുപോലെ സ്നോ ആയിട്ടും താഴേക്ക് വരുന്നതിനെയാണ് നമ്മൾ പ്രെസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്പിരേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീവ്സ് വഴി വാട്ടർ വേപ്പർ ആയിട്ട് മാറുന്നതിനെയാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അത് പ്ലാന്റ്സിലാണ് ഉണ്ടാവുക. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ദ സ്കെയിൽ വിച്ച് നോട്ട് മെഷേഴ്സ് ദ ഇന്റൻസിറ്റി ഓഫ് earthquake ബട്ട് ഓൾസോ ഇറ്റ്സ് ഇമ്പാക്ട് ഓൺ പീപ്പിൾ ഈസ് നോൺ ആസ്. ഏത് സ്കെയിലാണ് താഴെ തന്നിട്ടുള്ളതിൽ നമ്മുടെ എർത്ത് ഇന്റൻസിറ്റി മാത്രമല്ല അത് എങ്ങനെ പീപ്പിളിനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്ന് കൂടി മെഷർ ചെയ്യുന്ന സ്കെയിൽ ഏതാണ്? റിച്ചർ സ്കെയിൽ, മോഡിഫൈഡ് മെർക്കലി സ്കെയിൽ, സീസ്മോഗ്രാം, ഇന്റൻസിറ്റി സ്കെയിൽ. ഏതാണ്? എല്ലാവരും ആൻസർ പറയുന്നുണ്ട് അല്ലെ. ഓപ്ഷൻ ബി ആണല്ലേ എല്ലാവരും പറയുന്നത്. ഓപ്ഷൻ ബി മോഡിഫൈഡ് മെർക്കലി സ്കെയിൽ തന്നെയാണ് റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് നോക്കാം അതെന്താണെന്ന്. ഈ മോഡിഫൈഡ് മെർക്കലി സ്കെയിലിന് MMI എന്ന് ഷോർട്ടായി പറയൂ കേട്ടോ. ഈ മോഡിഫൈഡ് മെർക്കലി സ്കെയില് നമ്മുടെ എർത്ത് ഒബ്സർവബിൾ ഇമ്പാക്ട്, എങ്ങനെ ആളുകളെ ഇത് ബാധിച്ചു, ബിൽഡിങ്സിനെ എങ്ങനെ ബാധിച്ചു, എൻവയോൺമെന്റിനെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതിനൊക്കെ മെഷർ ചെയ്യുന്നുണ്ട്. എർത്ത് ഇന്റൻസിറ്റി മാത്രമല്ല അതിനെ എത്രത്തോളം ആളുകളെയും ബിൽഡിങ്സിനെയും എൻവയോൺമെന്റിനെയും ബാധിച്ചു എന്നതുകൂടി ഈ മെർക്കലി സ്കെയിൽ മെഷർ ചെയ്യുന്നുണ്ട്. ഇത് ഈ പിക്ചർ കാണുന്നില്ലേ? ഇതില് ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്, ഇത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അപ്പോൾ ഒരു ഷേക്കിംഗ് ഫീൽ ചെയ്യുള്ളൂ. അതാണ് എർത്ത് ഇന്റൻസിറ്റിയിൽ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വരുന്നത്. ദെൻ ആ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടി കൂടി വരും. ദെൻ എക്സ്ട്രീം ആവുമ്പോൾ എന്താവും? ബിൽഡിങ്സും വുഡൻ സ്ട്രക്ചേഴ്സും ഒക്കെ ഡിസ്ട്രോയ് ആവുന്ന ഒരു സ്റ്റേജ് ആവും. അപ്പോ ഒരു എർത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സൗണ്ട് കുറവുണ്ടോ? ഓക്കെ, അപ്പൊ ഒരു എർത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം അത് പീപ്പിളിനെയും എൻവയോൺമെന്റിനെയും അതുപോലെ ബിൽഡിങ്സിനെയും ഒക്കെ ബാധിക്കുന്നു എന്നുള്ളതിനെ മെഷർ ചെയ്യുന്ന സ്കെയിലാണ് മെർക്കലി, മോഡിഫൈഡ് മെർക്കലി സ്കെയിൽ. ഓക്കെ, റിച്ചർ സ്കെയിൽ നമ്മുടെ എർത്ത് മാഗ്നിറ്റ്യൂഡ് ആണ് മെഷർ ചെയ്യുന്നത്. എത്രത്തോളം എനർജി എർത്ത് സോഴ്സ് നിന്ന് റിലീസ് ആയി എന്ന് മെഷർ ചെയ്യുന്നതാണ് റിച്ചർ സ്കെയിൽ. സീസ്മോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീസ്മോഗ്രാഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റെക്കോർഡിംഗ് ആണ്, അത് സ്കെയിൽ അല്ല. പിന്നെ ഇന്റൻസിറ്റി സ്കെയിലാണ് അടുത്തൊരു ഓപ്ഷൻ ആയിട്ട് ഉണ്ടായിരുന്നത്. അതൊരു ജനറൽ ടേം ആണ്, അത് നമ്മളൊരു സ്റ്റാൻഡർഡൈസ്ഡ് സ്കെയിൽ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല. അപ്പോ ഈ MMIന്റെ സ്റ്റേജസ് ഒന്ന് നോക്കി വെക്കുക. ഫസ്റ്റ് സ്റ്റേജിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഒരു ഷേക്കിംഗ് ഫീൽ ചെയ്തിട്ടുണ്ടാവുള്ളൂ. പിന്നെ സെക്കൻഡ് സ്റ്റേജ് ആണെങ്കിൽ അതിന് നമ്മൾ വീക്ക് സ്റ്റേജ് എന്നാണ് പറയുക. ഇവിടെ കുറച്ചു പേർക്കൊക്കെ ഒരു ഷേക്കിംഗ് ഫീൽ ആയിട്ടുണ്ട്. എസ്പെഷ്യലി അപ്പർ ഫ്ലോസിലും ബിൽഡിങ്സിലും ഒക്കെ ഉള്ള ആളുകൾക്കാണ് ആ ഷേക്കിംഗ് ഫീൽ ആയിട്ടുണ്ടാവുക. തേർഡ് സ്റ്റേജും വീക്ക് തന്നെയാണ്, പക്ഷെ ഇവിടെ ഇൻഡോറിലുള്ള ആളുകൾക്കും ഒരു ഷേക്കിംഗ് ഫീൽ ആയിട്ടുണ്ട്. പക്ഷെ അത് എർത്ത് ആണെന്നുള്ളത് ഇവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആണ്. ദെൻ ഫോർത്ത് വരുന്നത് ലൈറ്റ് ആണ്. ഇവിടെ ഇൻഡോറിലുള്ള ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡിഷസും വിൻഡോസും ഒക്കെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുണ്ട്. അവിടെ ഒക്കെ പാത്രങ്ങളൊക്കെ ഇളകി വീഴുക, അങ്ങനത്തെ ഒരു സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ്. ദെൻ ഫിഫ്ത്ത് മോഡറേറ്റ് വൺ ആണ്. മോഡറേറ്റില് ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ ഈ ഷേക്കിംഗ് കാരണം എണീക്കാം. അതുപോലെ തന്നെ ഡിഷസും വിൻഡോസും ഒക്കെ ബ്രോക്കൺ ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് സിക്സ്ത് വരുന്നത് സ്ട്രോങ് സ്റ്റേജ് ആണ്. ഇവിടെ എല്ലാവർക്കും ഇത് ഈ ഒരു ഷേക്കിംഗ്, ഈ ഒരു എർത്ത് ഇത് ഫീൽ ആവുന്നുണ്ട്. ഹെവി ഫർണിച്ചേഴ്സ് ഒക്കെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഡാമേജും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് വെരി സ്ട്രോങ് ആണ്. സ്റ്റേജസ് ഇമ്പോർട്ടന്റ് അല്ല, ഇൻ കേസ് ചോദിച്ചാലോ എന്ന് കരുതി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ദെൻ സെവൻത്ത് സ്റ്റേജ് വെരി സ്ട്രോങ് ആണ്. ഇവിടെ ഓർഡിനറി കൺസ്ട്രക്ഷൻസിനൊക്കെ ഡാമേജ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ദെൻ എയ്ത്ത് സ്റ്റേജ് സിവിയർ ആണ്. വാളൊക്കെ, ചുമരുകളൊക്കെ മറിഞ്ഞു വീഴാനുള്ള സാധ്യത ഈ ഒരു സ്റ്റേജിലുണ്ട്. ദെൻ നയൻത്ത് സ്റ്റേജിനെ വയലന്റ് എന്നാണ് പറയുക. ഇവിടെ ഭയങ്കരമായിട്ട് ഡാമേജ് സംഭവിക്കും, ബിൽഡിങ്സ് ഒക്കെ പാർഷ്യലി വീഴാനുള്ള സാധ്യതയുണ്ട്. ദെൻ എക്സ്ട്രീം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഡിസ്ട്രോയിഡ് ആവാനുള്ള സാധ്യതയും കൂടെ ഉണ്ട്.
ഓക്കെ, ക്ലിയർ ആണോ ഇത്? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് എർത്ത് ഇന്റൻസിറ്റി മാത്രമല്ല ആളുകളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് കൂടി മെഷർ ചെയ്യുന്ന സ്കെയിൽ ഏതാണെന്നായിരുന്നു. ഓക്കെ, അത് മോഡിഫൈഡ് മെർക്കലി സ്കെയിൽ ആണ്. മാക്സിമം വോയിസിലാണല്ലോ, എല്ലാവർക്കും കുറവുള്ള പോലെ ഉണ്ടോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് എന്തുകൊണ്ടാണ് why is the concentration of CO2 is more in the northern hemisphere than in the southern hemisphere? എന്തുകൊണ്ടാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാവാൻ കാരണം? സൗത്തേൺ ഹെമിസ്ഫിയറിനേക്കാളും കൂടുതലായിട്ട് കോൺസെൻട്രേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് മാസ് കൂടുതലായതുകൊണ്ടാണ്. സൗത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലും ഓഷ്യൻ ബോഡീസ് ആയതുകൊണ്ടാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫോസിൽ ഫ്യൂൽ കൂടുതലായിട്ട് കത്തിക്കുന്നത് കൊണ്ടാണ്. നോർത്തേൺ ഹെമിസ്ഫിയർ സൗത്തേൺ ഹെമിസ്ഫിയറിനേക്കാളും കോൾഡർ ആയതുകൊണ്ടാണ്. അതെ, ഓപ്ഷൻ സി ആണല്ലേ എല്ലാവരും പറയുന്നത്. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ ആണ്. എ, ബി ആൻഡ് സി ആണ് നമുക്ക് ഇവിടെ റൈറ്റ് ആൻസേഴ്സ് വരുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് മാസ് കൂടുതലുണ്ട്. സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻ ബോഡീസ് കൂടുതലുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഫോസിൽ ഫ്യൂൽസ് കൂടുതലായിട്ട് ബേൺ ചെയ്യുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഹ്യൂമൻ ആക്ടിവിറ്റീസും ലാൻഡ് ഓഷ്യൻ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഡിഫറൻസും, ഇത് രണ്ടും കാരണമാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷനിൽ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് 3 സ്റ്റേറ്റ്മെന്റ്സ് ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ലാൻഡ് മാസ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലാണ്, അത് കറക്റ്റ് ആണ്. മോർ ലാൻഡ് ഉണ്ടാവുമ്പോൾ അവിടെ കൂടുതലായിട്ടും അർബൻ ഏരിയാസും ഇൻഡസ്ട്രീസും അഗ്രികൾച്ചറും ട്രാൻസ്പോർട്ടേഷനും എല്ലാം ഉണ്ടാവും. ഇതെല്ലാം കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനുള്ള മേജർ സോഴ്സസ് ആണ്. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓഷ്യൻ ബോഡി സൗത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതലാണെന്നുള്ളതായിരുന്നു. അതും കറക്റ്റ് ആണ്. ഓഷ്യൻസ് കൂടുതലായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ സൗത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ഓഷ്യൻസ് ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യപ്പെടും. അതുകൊണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫെറിക് കാർബൺ ഡൈ ഓക്സൈഡ് ലോവർ ആവും. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് വന്നത് ഫോസിൽ ഫ്യൂൽ ഈസ് ബേൺ മോർ ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ. നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു നോർത്തേൺ ഹെമിസ്ഫിയറിൽ ലാൻഡ് മാസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവിടെ അർബൻ ഏരിയാസ് കൂടുതലാണ്, ഇൻഡസ്ട്രീസ് കൂടുതലാണ്, അഗ്രികൾച്ചർ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ടും ഇൻഡസ്ട്രിയലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫോസിൽ ഫ്യൂവൽസ് ബേണിംഗ് കൂടാനുള്ള സാധ്യത ഉണ്ട്. ദാറ്റ്സ് വൈ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷനും കൂടും. ലാസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ സൗത്തേൺ ഹെമിസ്ഫിയറിനെക്കാളും കോൾഡർ ആണെന്നുള്ളതായിരുന്നു. അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അറ്റ്മോസ്ഫെറിക് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനെ ഡിറ്റർമൈൻ ചെയ്യാൻ അവിടെയുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിന് പറ്റില്ല. നമ്മളിവിടെ എന്താ നോക്കുന്നത്? എമിഷന്റെയും അബ്സോർപ്ഷന്റെയും കാര്യമാണ് നോക്കുന്നത്, ടെമ്പറേച്ചറിന്റെ കാര്യം നോക്കുന്നില്ല. നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷനെ നമ്മൾ പറയുന്നത് എന്തിന്റെ ബേസിലാണ്? ഹ്യൂമൻ ആക്ടിവിറ്റീസിന്റെ ബേസിലും ലാൻഡ് ഓഷ്യൻ ഡിസ്ട്രിബ്യൂഷന്റെ ബേസിലുമാണ്. അവിടെ ടെമ്പറേച്ചറിന് റോൾ ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫേസസ് ഓഫ് മോഡേൺ അപ്രോച്ച് ടു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ. ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള മോഡേൺ അപ്രോച്ചിന്റെ ഫേസസിനെ അറേഞ്ച് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. റിക്കവറി, പ്രിപ്പയർഡ്നെസ്, റെസ്പോൺസ്, മിറ്റിഗേഷൻ. ഓക്കെ,
ഓപ്ഷൻ ബി ആണല്ലോ എല്ലാരും പറയുന്നത്. ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ ആണ് കേട്ടോ. ഓപ്ഷൻ ബിയിൽ വരുന്ന ഓർഡർ എങ്ങനെയാ? ഫസ്റ്റ് മിറ്റിഗേഷൻ ആണ് വരുന്നത് അല്ലെ. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിസാസ്റ്റർ ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ അതിന്റെ റിസ്ക്കും ഇമ്പാക്റ്റും കുറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ലോങ് ടേം ആക്ഷൻസിനാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക, നമ്മൾ ലോങ് ടേം ബേസിസിൽ ബിൽഡിങ്സ് കൺസ്ട്രക്ട് ചെയ്യുക, ഇതൊക്കെ മിറ്റിഗേഷന്റെ എക്സാമ്പിൾ ആണ്. ദെൻ പിന്നെ വരുന്ന സ്റ്റെപ്പാണ് പ്രിപ്പയർഡ്നെസ്. ഇതും ഡിസാസ്റ്റർ വരുന്നതിന് മുന്നേ നടത്തുന്ന സ്റ്റെപ്പാണ്. ഇവിടെ നമ്മൾ പ്രോപ്പർ പ്ലാനിങ്ങും ട്രെയിനിങ്ങും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡിസാസ്റ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന പ്ലാനിങ്ങും ട്രെയിനിങ്ങും ആണ് ഈ പ്രിപ്പയർഡ്നെസ്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇവാക്വേഷൻ ഡ്രിൽസ്, ഏർലി വാർണിംഗ് സിസ്റ്റംസ്. ഇവാക്വേഷൻ ഡ്രിൽസ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് ഫയർ പിടിച്ചു, അപ്പോൾ എങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഓടി രക്ഷപ്പെടാം, അതിനൊക്കെ ഉള്ള ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ ഈ പ്രിപ്പയർഡ്നെസിന്റെ ഭാഗമാണ്. പിന്നെ വരുന്നത് റെസ്പോൺസ് ആണ്. റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്തോ അല്ലെങ്കിൽ ഉണ്ടായതിന് ശേഷമോ നമ്മൾ എടുക്കുന്ന ഇമീഡിയറ്റ് ആക്ഷൻസിനെയാണ് നമ്മൾ റെസ്പോൺസ് എന്ന് പറയുന്നത്. ജീവൻ രക്ഷിക്കാനും ഡാമേജസ് കുറക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റെസ്പോൺസ്, ഈ ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കുന്നത്. നമ്മൾ പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, എമർജൻസി മെഡിക്കൽ എയ്ഡ് എടുക്കുക, റെസ്ക്യൂ, അതൊക്കെ നടത്തുന്നതാണ് റെസ്പോൺസിൽ വരുന്നത്. ദെൻ ലാസ്റ്റ് ഫേസ് ആണ് റിക്കവറി. റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ ഉണ്ടായതിനു ശേഷം നമ്മൾ നോർമൽ ലൈഫിക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സ്റ്റെപ്സ് ആണ്. നമ്മുടെ റീഹാബിലിറ്റേഷനും റീകൺസ്ട്രക്ഷനും ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ പ്രളയം വന്നു. അപ്പൊ പ്രളയം വരുന്നതിന് മുന്നേ തന്നെ വീടിന്റെ തറൊക്കെ കുറച്ച് ഉയർത്തി കെട്ടുക, അതുപോലെ നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആയിരിക്കുക, അതാണ് മിറ്റിഗേഷനിൽ വരുന്നത്. അപ്പൊ പ്രളയം വരാനുള്ള സാധ്യത കാണുമ്പോൾ തന്നെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള അവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ, പ്ലാനിങ് ഒക്കെ ചെയ്യും. അതാണ് പ്രിപ്പയർഡ്നെസ്. പ്രളയം വന്നപ്പോൾ നമ്മൾ കാണിച്ച ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ആണ്. ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായി, അതുപോലെ റെസ്ക്യൂ ഹോംസ് ഉണ്ടായിരുന്നു, അതൊക്കെയാണ് റെസ്പോൺസ്. പ്രളയം വന്നു പോയതിനു ശേഷം അത് കാരണം ബുദ്ധിമുട്ടുള്ളവർക്ക് സമാധാനം കൊടുക്കുക, അതുപോലെ വീട് നഷ്ടപ്പെട്ടവർക്ക് പുതിയ വീട് ഉണ്ടാക്കുക, അതൊക്കെയാണ് റിക്കവറി ഫേസിൽ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് മിറ്റിഗേഷനിൽ വരുമ്പോൾ പബ്ലിക് എഡ്യൂക്കേഷൻ, അവയർനെസ്, ഹസാർഡ് അസസ്മെന്റ്, വൾണറബിലിറ്റി അസസ്മെന്റ്, ഇംപ്രൂവ്ഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെയാണ് മിറ്റിഗേഷനിൽ വരിക. സെക്കൻഡ് ഫേസ് ആണ് പ്രിപ്പറേഷൻ. ഇവിടെ നാഷണൽ എമർജൻസി, ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് റെസ്പോൺസ് പ്ലാൻ, ട്രെയിനിങ് എക്സസൈസസ്, ഏർലി വാർണിംഗ്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെയാണ് പ്രിപ്പറേഷനിൽ വരുന്നത്. ദെൻ റെസ്പോൺസിൽ നമ്മൾ എമർജൻസി, കമ്മ്യൂണിക്കേഷൻ, കോർഡിനേഷൻ, സേവിങ് ലൈവ്സ് ഒക്കെയാണ് വരുന്നത്. ദെൻ ഫേസ് 4 റിക്കവറിയിൽ നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിന്റെ റീകൺസ്ട്രക്ഷൻ, റീസ്റ്റോറിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇംപ്രൂവിംഗ് ലൈവ്സ്, റീഹാബിലിറ്റേഷൻ ഓഫ് അതർ നെസസിറ്റീസ് ആൻഡ് സർവീസസ്, ഇതൊക്കെയാണ് റിക്കവറി ഫേസിൽ വരുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഏതൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കറക്റ്റ് ഓർഡറിലുള്ള ഫേസസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ മിറ്റിഗേഷൻ, ദെൻ പ്രിപ്പയർഡ്നെസ്, ദെൻ റെസ്പോൺസ് ആൻഡ് ദെൻ റിക്കവറി. ക്ലിയർ ആണോ? ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം. കുറച്ചുകൂടി സ്പീഡ് ആക്കണം എന്നാണോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസും അതിന്റെ ഒബ്ജക്റ്റീവ്സും ആണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സ്പീഡാക്കാം സ്പീഡാക്കാം.
അതെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത് അല്ലെ. ഏതൊക്കെയാണ് SDGs എന്ന് നോക്കാം. SDG 1 വരുന്നത് നോ പോവേർട്ടി ആണ്. SDG 2 സീറോ ഹങ്കർ. SDG 3 ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. SDG 4 ഇക്വാളിറ്റി എഡ്യൂക്കേഷൻ. ദെൻ ജെൻഡർ ഈക്വാലിറ്റി, ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ. 7 വരുന്നത് കാണിക്കാട്ടോ. 7 വരുന്നത് അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി, ഡീസന്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, reduced inequalities, sustainable cities and communities, responsible consumption and production, climate action, life below water, life on land, peace, justice and strong institutions, partnerships for the goals. Question ഇതാണ്, SDG 7 ഏതാ, 6 ഏതാ, 3 ഏതാ, 5 ഏതാ എന്നുള്ളതാണ്. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. എല്ലാ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫുള്ള് 17 എണ്ണം നിങ്ങൾ ബൈഹാർട്ട് ആക്കി വെക്കുക തന്നെ വേണം കേട്ടോ. അതെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. SDG 7 ഏതാ വരുന്നേ? അഫോർഡബിൾ എനർജി ആണ്. SDG 6 ഏതാ? ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റൈസേഷൻ. SDG 3 വരുന്നത് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ആണ്. ദെൻ SDG 5 വരുന്നത് ജെൻഡർ ഈക്വാലിറ്റി ആണ് അല്ലെ. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നവരുണ്ടെങ്കിൽ എടുത്ത് വെച്ചോളൂ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു എന്നുള്ളൂ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻക്ക് പോട്ടെ. ഓക്കെ. Which of the following is a chemical treatment process in context to water treatment? വാട്ടർ ട്രീറ്റ്മെന്റിൽ വരുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ് ഇതിൽ ഏതാണ്? സെഡിമെന്റേഷൻ, കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, ഗ്രിറ്റ് ചാമ്പർ. അതെ, കൊയാഗുലേഷൻ ആണ്. ബാക്കിയൊക്കെ ഫിസിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. കൊയാഗുലേഷൻ ആണ് റൈറ്റ് ആൻസർ. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ വാട്ടറിൽ വരുന്ന കുറച്ച് വലിയ വലിയ കല്ലും മണ്ണും പോലത്തെ സാധനങ്ങളൊക്കെ അടിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രോസസ് ആണ് സെഡിമെന്റേഷൻ. അതൊരു ഫിസിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്യൂരിഫൈ ചെയ്യാനുള്ള വാട്ടറിൽ ചില കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് അതിലുള്ള ഫൈൻ പാർട്ടിക്കിൾസിനെ കട്ട പിടിപ്പിക്കുന്ന പ്രോസസ്സിനാണ്, കൊയാഗുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഈ കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഫിൽട്ടർ ചെയ്യുന്ന പ്രോസസ്സ് തന്നെ. പറയാം. കൊയാഗുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ്. ഇപ്പോൾ കെമിക്കൽസ് ആയിട്ടുള്ള ആലം, ഫെറിക് ക്ലോറൈഡ് ഒക്കെ നമ്മൾ ഈ പ്യൂരിഫൈ ചെയ്യാനുള്ള വാട്ടറിൽ ആഡ് ചെയ്യും. അതായത് ഈ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ അതിലുള്ള സസ്പെൻഡഡ് പാർട്ടിക്കിൾസിന്റെ ചാർജസിനെ ഈ കെമിക്കൽസ് ന്യൂട്രലൈസ് ചെയ്യും. ലൈക്ക് ഈ പ്യൂരിഫൈ ചെയ്യാനുള്ള വാട്ടറിൽ ഒരുപാട് ഫൈൻ പാർട്ടിക്കിൾസ് ഉണ്ടാവും. അപ്പൊ ഇതെല്ലാം കൂടെ ഈ കെമിക്കൽസ് അതിൽ വീഴുമ്പോൾ കട്ട പിടിക്കും, ക്ലംബ് ആവും. അപ്പൊ അത് നമുക്ക് പെട്ടെന്ന് സെഡിമെന്റേഷൻ പ്രോസസ്സിലൂടെ ഒഴിവാക്കി കളയാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ സഹില? നമ്മൾ പ്യൂരിഫൈ ചെയ്യാനുള്ള വാട്ടർക്ക് ആലം പോലുള്ള കെമിക്കൽസ് ആഡ് ചെയ്തിട്ട് അതിലുള്ള ഫൈൻ പാർട്ടിക്കിൾസിനെ കട്ട പിടിപ്പിക്കുന്ന പ്രോസസ്സാണ് കൊയാഗുലേഷൻ. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവിയർ പാർട്ടിക്കിൾസ് ഇതിന്റെ അടിയിൽ, ആ കണ്ടെയ്നറിന്റെ അടിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യുന്ന പ്രോസസ്സാണ്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ ഒരു ഫിൽറ്റർ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിലുള്ള ഇംപ്യൂരിറ്റീസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഗ്രിറ്റ് ചാമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ പ്യൂരിഫിക്കേഷനിൽ വെക്കുന്ന ഒരു ഫിസിക്കൽ യൂണിറ്റ് ആണ്. ലൈക്ക് നമ്മുടെ വാട്ടറിന്റെ സ്പീഡ് കുറക്കും ഈ ഗ്രിറ്റ് ചാമ്പർ. അങ്ങനെ സ്പീഡ് കുറക്കുമ്പോൾ ഇതിലുള്ള സാൻഡും ഗ്രിറ്റും ചെറിയ കല്ലുകളും ഒക്കെ അവിടെ അടിഞ്ഞു കൂടിയിട്ട് വെള്ളം ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോകുന്നതിനെയാണ് ഗ്രിറ്റ് ചാമ്പർ എന്ന് പറയുന്നത്. അതും ഒരു ഫിസിക്കൽ മെത്തേഡ് തന്നെയാണ്. നമ്മൾ ഫിൽട്രേഷൻ പോലത്തെ ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഗ്രിറ്റ് ചാമ്പർ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ?
ഫ്ലൊക്കുലേഷൻ ഫിസിക്കൽ പ്രോസസ് ആണ്. നമ്മൾ കൊയാഗുലേഷനിൽ എന്താ ചെയ്യുന്നത്, ഇതെല്ലാം ഈ കട്ടകട്ടായി മാറുകയാണ്. അതിനെ റിമൂവ് ചെയ്യുന്നതാണ് ഫ്ലൊക്കുലേഷൻ കേട്ടോ. ഗ്രിഡ് ചാമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വാട്ടർ, ഇതിന്റെ ഒരു ഇമേജ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ലൈക്ക് ഒരു ഫിസിക്കൽ യൂണിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിൽ ഈ വാട്ടറിന്റെ സ്പീഡിനെ കുറച്ച് നമ്മൾ ഒഴുകുന്ന വെള്ളം കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള സാൻഡും ഗ്രിറ്റും ഒക്കെ അടിയിൽ സെറ്റിൽ ഡൗൺ ചെയ്യൂലേ, അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെക്കാനിക്കലി അവിടെ വെക്കുന്ന ഒരു സാധനമാണ്, ഈ ഫിൽട്ടർ പോലത്തെ ഒരു സാധനമാണ് ഈ ഗ്രിഡ് ചാമ്പർ. ക്വസ്റ്റ്യൻ ഇതാ, കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ് ആയിട്ടുള്ളത് ഏതാണ്, വാട്ടർ ട്രീറ്റ്മെന്റിൽ വരുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് പ്രോസസ് ഏതാണെന്ന്. ഓക്കെ ആണോ? ഓക്കെ, പിക്ചർ കാണിച്ചു തരാം, അത് ലാസ്റ്റ് ആണ് കേട്ടോ. വേറൊരു ക്വസ്റ്റ്യനും കൂടെ വരുന്നുണ്ട് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഫോട്ടോവോൾട്ടിക് റിലേറ്റഡ് സിസ്റ്റത്തിൽ വരുന്ന കറക്റ്റ് സീക്വൻസ്, സ്മോളർ ടു ലാർജർ സീക്വൻസ് ഏതാണെന്നുള്ളത്. മൊഡ്യൂൾ, അറേ, സോളാർ സെൽ, അറേ ഫീൽഡ്. അതെ, ഓപ്ഷൻ ബി ആണല്ലേ. ഫസ്റ്റ് ഒരു സെല്ലാണ് ഉണ്ടാവുക, ഒരു സിംഗിൾ സെല്ല് കൂടിച്ചേർന്നിട്ടാണ്, ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു മൊഡ്യൂളായി മാറുന്നത്. ഈ മൊഡ്യൂളുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു സ്ട്രിങ് ഉണ്ടാവുന്നത്. ഈ സ്ട്രിങ്ങുകൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു അറേ ഉണ്ടാവുന്നത്. ദെൻ ഒരുപാട് സോളാർ അറേകൾ കൂടിച്ചേർന്ന് ഒരു ഏരിയയിൽ വെക്കുന്നതിനെയാണ് നമ്മൾ അറേ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോളാർ സെൽ എന്ന് പറയുന്നത് ദ സ്മോളസ്റ്റ് ബിൽഡിംഗ്. ഓക്കെ, വാട്ട് ഈസ് ദ കറക്റ്റ് സീക്വൻസ് ഫ്രം smaller to larger of the following photovoltaics related system? പിക്ചർ കാണിക്കാം, ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, വെയിറ്റ് ചെയ്യൂ. ക്വസ്റ്റ്യൻ കണ്ടോ? ക്വസ്റ്റ്യന്റെ സ്ലൈഡ് മാറ്റട്ടെ. ഡി കൂടെ ശരിയായിക്കൂടെ? ഡി ശരിയാവില്ല. അരേ ഫീൽഡ് അല്ലല്ലോ ഫസ്റ്റ് ഉണ്ടാവുക, ഫസ്റ്റ് സെല്ലല്ലേ ഉണ്ടാവുക. ഏറ്റവും സ്മോളസ്റ്റ് ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ സെൽ എന്ന് പറയുന്നത്. ഈ സിംഗിൾ സെല്ലാണ് സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുന്നത്. ഓക്കെ, ദെൻ ഒരുപാട് സോളാർ സെൽസ് കൂടിച്ചേർന്നിട്ടാണ് ഒരു മൊഡ്യൂൾ ഫോം ചെയ്യുന്നത്. അതിനെ സോളാർ പാനൽ എന്നും പറയും. പിക്ക് കാണിക്കാട്ടോ. പിന്നെ വരുന്നത് ഒരുപാട് മൊഡ്യൂൾസ് കൂടിച്ചേർന്നിട്ടാണ് ഒരു അറേ ഫോം ചെയ്യുന്നത്. അത് കൂടുതൽ ഹയർ പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അറേ ഫോം ചെയ്യും. അങ്ങനെ ലാർജ് കളക്ഷൻ ഓഫ് ഒരുപാട് അറേസ് നമ്മളൊരു വൈഡ് ഏരിയയിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ അറേ ഫീൽഡ് എന്ന് പറയുന്നത്. പിക്ചർ കണ്ടോളൂ. ഒരു സിംഗിൾ സെൽ ആദ്യം സോളാർ എനർജിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്നിട്ട് ഒരു മൊഡ്യൂൾ ഫോം ചെയ്യും. ദെൻ ഒരു മൊഡ്യൂൾ ഇങ്ങനെ ലെങ്ത്തിൽ വെക്കുമ്പോൾ അതിനെ നമ്മൾ സ്ട്രിങ് എന്ന് പറയും. അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ. ഈ ഒരുപാട് സ്ട്രിങ്ങുകൾ ഫോം ചെയ്തിട്ട് ഒരു അറേ ഫോം ചെയ്യും. ദെൻ ഒരുപാട് അറേസ് നമ്മളൊരു വൈഡ് ഏരിയയിൽ വെക്കുമ്പോൾ അതിനെ നമ്മൾ അറേ ഫീൽഡ് എന്ന് പറയും. ക്ലിയർ ആണോ?
എക്സ്പ്ലനേഷൻ സ്ലൈഡ് ഇനി കാണണോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോട്ടെ. അടുത്തത് നമ്മുടെ എൻവയോൺമെന്റൽ റിലേറ്റഡ് ഡേയ്സിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് നമ്മുടെ കലണ്ടറിൽ കാണുന്ന ഓർഡറിൽ ഏറ്റവും ഫസ്റ്റ് ഏതാണ്ടാവുക എന്നുള്ള ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യാനുള്ളതാണ് ക്വസ്റ്റ്യൻ. വേൾഡ് ഹെൽത്ത് ഡേ ഉണ്ട്, വേൾഡ് എൻവയോൺമെന്റ് ഡേ ഉണ്ട്, എർത്ത് ഡേ ഉണ്ട്, ഓസോൺ ഡേ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ജനറൽ നോളജ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് അല്ലെ. വേൾഡ് ഹെൽത്ത് ഡേ വരുന്നത് ഏപ്രിൽ 7th ആണ്. എർത്ത് ഡേ ഏപ്രിൽ 22nd ആണ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ വരുന്നത് ജൂൺ 5th ആണ്. വേൾഡ് ഓസോൺ ഡേ വരുന്നത് സെപ്റ്റംബർ 16th ആണ്. നമ്മളിത് കലണ്ടറിലുള്ള ഫോമിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഏപ്രിൽ 7, ഏപ്രിൽ 22, ജൂൺ 5, സെപ്റ്റംബർ 16. അപ്പൊ വേൾഡ് ഹെൽത്ത് ഡേ, അത് കഴിഞ്ഞിട്ട് എർത്ത് ഡേ, അത് കഴിഞ്ഞിട്ട് വേൾഡ് എൻവയോൺമെന്റ് ഡേ, അതിനുശേഷം വേൾഡ് ഓസോൺ ഡേ. ഇത് ക്വസ്റ്റ്യൻ കാണിക്കണോ ഇനി? ഇത് ക്വസ്റ്റ്യൻ കാണിക്കേണ്ടതുണ്ടോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻക്ക് പോവാ അല്ലെ. അത് സിമ്പിൾ ആണ്, നമുക്ക് എക്സ്പ്ലനേഷന്റെ ഒന്നും ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ കെമിക്കൽസ്. എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ കെമിക്കൽസ് എന്താണ്, അതിന്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത്. സ്റ്റിമുലേറ്റ് ഓർ റിട്ടാർഡ് പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ്, സ്റ്റിമുലേറ്റ് enzyme production, inhibit DNA production, increase mRNA sequencing. അതെ, ഓപ്ഷൻ എ ആണല്ലേ. എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ എ ആണ്. നമ്മുടെ ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയോ റിട്ടാർഡ് ചെയ്യുകയോ ആണ് ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ കെമിക്കൽസ് ചെയ്യുന്നത്. എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രോസസ്സിനെ ഇന്റർഫിയർ ചെയ്യുന്ന കെമിക്കൽസ് ആണ്. അതിപ്പോ ഹെവി മെറ്റൽസ് ഒക്കെ നമ്മൾ ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻഡോക്രൈനെ അത് ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ഈ കെമിക്കൽസ് നമ്മുടെ അകത്തേക്ക്, നമ്മുടെ ബോഡിയിലേക്ക് കാണിക്കാട്ടോ, വെയിറ്റ് ചെയ്യൂ, ഇതൊന്ന് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോ ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസ് നമ്മുടെ ബോഡിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് നമ്മുടെ നാച്ചുറൽ ഹോർമോണിന്റെ വർക്കുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഓവർ സ്റ്റിമുലേഷൻ ഉണ്ടാവും. ഓർ അതർവൈസ് ഇത് ഹോർമോൺ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. ഒന്നില്ലെങ്കിൽ ഇത് മിമിക് ചെയ്യും, അല്ലെങ്കിൽ ഈ ഹോർമോൺ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള നോർമൽ ആക്ഷൻസ് ഒന്നും നടക്കൂല. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ സിന്തസിസിൽ, അതിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ, മെറ്റബോളിസത്തിലൊക്കെ ചേഞ്ചസ് വരുത്തും. അപ്പോ ഒന്നില്ലെങ്കിൽ ഇത് ഈ EDC നമ്മുടെ ബോഡിയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ കൂടും, അല്ലെങ്കിൽ കുറയും. ഒന്നില്ലെങ്കിൽ ഇത് നാച്ചുറൽ ഹോർമോൺസിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഇതിന്റെ അതേ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ഹോർമോൺ റിസപ്റ്റേഴ്സിനൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കും. അപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ, എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ കെമിക്കൽസ് എന്താണ് ചെയ്യുന്നത് എന്നാണ്. അപ്പോ നമ്മൾ എക്സ്പ്ലനേഷനിൽ കണ്ടു, അത് ഒന്നില്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഹോർമോൺ പ്രൊഡക്ഷനെ റിട്ടാർഡ് ചെയ്യും. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എൻസൈം പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നില്ല ഈ EDC. DNA പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നില്ല. ഈ DNA പ്രൊഡക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക ജീനോടോക്സിക് ഏജൻസ് ആണ്, എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റേഴ്സ് അല്ല. ജീനോടോക്സിക് ഏജൻസ് ആണ് കേട്ടോ അത്. പിന്നെ mRNA സീക്വൻസ് ഇൻക്രീസ് ആവുക എന്നുള്ളത് അത് ഹോർമോൺ ഡിസ്ട്രപ്ഷനുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ അല്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻസ് നമ്മുടെ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ഹോർമോൺ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യോ റിട്ടാർഡ് ചെയ്യോ ചെയ്യും. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻഡോക്രൈൻ ഡിസ്ട്രപ്ഷൻ കെമിക്കൽസ് എന്ന് പറയുന്നത് നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ ഒരു വർക്കിങ്ങിനെ ഇന്റർഫിയർ ചെയ്യുന്ന കെമിക്കൽസ്. അതായത് ഇപ്പോൾ നമ്മൾ ഹെവി മെറ്റൽസ് ഒക്കെ ഇൻടേക്ക് ചെയ്യാണ്, നമ്മൾ ബോഡിയിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തിനെ, ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഈ കെമിക്കൽസ് ഇന്റർഫിയർ ചെയ്യും. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹോർമോൺസ് ചെയ്യുന്ന അതേ ജോലികൾ ഈ എൻഡോക്രൈൻ ഡിസ്ട്രപ്റ്റിംഗ് കെമിക്കൽസും ചെയ്യാൻ തുടങ്ങും. ഓർ ഇത് നമ്മുടെ ഹോർമോൺ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യും. അപ്പൊ ഇത് നാച്ചുറൽ ഹോർമോൺസിനെ മിമിക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഹോർമോൺ സിസ്റ്റം സ്റ്റിമുലേറ്റഡ് ആവും, ഓവർ സ്റ്റിമുലേറ്റഡ് ആവും. ഇതിനെ റിസപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താവും? പ്രൊഡക്ഷൻ റിട്ടാർഡ് ആവും, പ്രൊഡക്ഷൻ കുറയും. ഓക്കെ, അപ്പോ ഈ EDC നമ്മുടെ ബോഡിയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻ ഒന്നില്ലെങ്കിൽ സ്റ്റിമുലേറ്റ് ആവും അല്ലെങ്കിൽ റിട്ടാർഡ് ആവും. അതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ആരോ മുന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 8th ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് എൻവയോൺമെന്റൽ റിലേറ്റഡ് ഡേയ്സിനെ ക്രോണോളജിക്കൽ ഓർഡറിലാക്കാനുള്ളതായിരുന്നു. സൗമ്യാണ് തോന്നുന്നു ചോദിച്ചത്. അപ്പോ ഏതൊക്കെയാണ് എൻവയോൺമെന്റൽ റിലേറ്റഡ് ഡേയ്സിന് ഫസ്റ്റ് വരുന്നത് ഏതാണ് എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ വരുന്നത് വേൾഡ് ഹെൽത്ത് ഡേ April 7th എർത്ത് ഡേ വരുന്നത് April 22nd ആണ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ വരുന്നത് June 5th ആണ്. വേൾഡ് ഓസോൺ ഡേ വരുന്നത് September 16th ആണ്. ഓക്കെ, ക്ലിയർ ആണോ സൗമ്യ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം. What is the correct sequence from initial to final of surface wastewater treatment? ഓക്കെ, അത് ഞാൻ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടില്ല, ഞാൻ നോക്കിയിട്ട് പറയാട്ടോ. നമ്മുടെ നെക്സ്റ്റ് സെഷനിൽ ഞാൻ ആഡ് ചെയ്യാം ബാക്കി ഡേയ്സ് കേട്ടോ. അസ്ലമിയ, ഓക്കെ. ഓപ്ഷൻ ഡി ആണല്ലേ. എന്താണ് ഫസ്റ്റ് വരുന്നത്? എന്താ? സ്ക്രീനിങ്, സെക്കൻഡ് സെഡിമെന്റേഷൻ, ദെൻ ഫിൽട്രേഷൻ, ദെൻ ഡിസ്ഇൻഫെക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള പ്ലാസ്റ്റിക്സും സ്റ്റിക്സും ലീവ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രീനിങ്. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്പെൻഡഡ് സോളിഡിനെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിന്റെ ബോട്ടമിൽ സെറ്റിൽ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതിനെയാണ് സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഫിൽട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഫിൽറ്റേഴ്സ് വഴി നമ്മുടെ ഈ സാൻഡ് ഗ്രാവലൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോസസ്സാണ്, ഫിൽട്ടർ ചെയ്യാനുള്ള പ്രോസസ്സാണ്. ഡിസ്ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഫൈനൽ സ്റ്റെപ്പാണ്. നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്ത് നമ്മൾ ക്ലോറിനേറ്റഡ് വാട്ടർ കണ്ടിട്ടുണ്ടല്ലോ, ക്ലോറിനോ ഓസോണോ UV ലൈറ്റോ ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ ഈ വാട്ടറിലുള്ള പാത്തോജൻസിനെ കില്ല് ചെയ്ത് വാട്ടറിനെ സേഫ് ആക്കാനുള്ള ഒരു പ്രോസസ്സാണ് ഡിസ്ഇൻഫെക്ഷൻ. അതിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള പ്രോസസ്സ്. ഓക്കെ, അതിലാണ് ഞാൻ പിക്ചർ ഉണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ വേസ്റ്റ് വാട്ടർ ഫസ്റ്റ് സ്ക്രീൻ ചെയ്യും, എന്നിട്ട് അവിടെ കൊയാഗുലേഷൻ നടക്കുമ്പോൾ ഈ പാർട്ടിക്കിൾസ് ഒക്കെ ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും. ദെൻ അത് ഈ സെഡിമെന്ററി ബേസിനിക്ക് പോവും. ഇതുപോലത്തെ ഇവിടെ കാണുന്നുണ്ടോ? ഓക്കെ, ഇതുപോലത്തെ ഒരു സംഭവമാണ് ഈ ഗ്രിറ്റ് ചാമ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഇതിന്റെ വേസ്റ്റ് ഒക്കെ ഇവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടും. അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഗ്രിറ്റ് ചാമ്പർ. ഓക്കെ, ആരോ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം ഇതിനെ ഫിൽട്ടർ ചെയ്യും, ദെൻ അതിനെ ഡിസിൻഫെക്ട് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്ത വാട്ടറിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ പ്രോസസ്സ്? ഓക്കെ, ഇതുവരെ പറഞ്ഞ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഡൗട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ താങ്ക് യു ഓൾ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കാട്ടോ. ഹൈഡ്രോളജിക്കൽ സൈക്കിളിൽ വാട്ടർ പ്യൂരിഫൈ ആവുന്നത് ഏത് സ്റ്റെപ്പിലാണെന്നാണ്? താങ്ക് യു. ക്ലാസ് കഴിഞ്ഞു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടാ. അപ്പൊ നമ്മുടെ ഇവാപ്രേഷനിലാണ് നമ്മുടെ വാട്ടർ പ്യൂരിഫൈ ആവുന്നത്. ഇവാപ്രേഷനിൽ നമ്മുടെ വാട്ടർ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വേപ്പറായി മാറുന്ന ടൈമാണ്. ആ സമയത്ത് വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒന്നും വേപ്പറിന്റെ കൂടെ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പ്യൂരിഫൈഡ് ഫോം ആയിട്ടാണ് വേപ്പറായി മാറുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് സൗത്തേൺ ഹെമിസ്ഫിയറിനേക്കാളും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഉള്ളത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇത് കഴിഞ്ഞിട്ട് കാണിക്കാട്ടോ അഷ്റഫ്, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ. അപ്പോ എന്തുകൊണ്ടാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കൂടുതൽ ലാൻഡ് മാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻഡസ്ട്രീസും കാര്യങ്ങളും പോപ്പുലേഷനും ഒക്കെ കൂടുതലായിരിക്കും. സോ അവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. പിന്നെ സൗത്തേൺ ഹെമിസ്ഫിയറിൽ ഓഷ്യൻ ബോഡീസ് ആണ് കൂടുതലുള്ളത്. അതും കറക്റ്റ് ആണ്. ഓഷ്യൻ ബോഡീസ് കൂടുതൽ ഉണ്ടാവുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ, ഫോസിൽ ഫ്യൂൽസ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കൂടുതൽ ബേൺ ചെയ്യുന്നത് എന്നുള്ളത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ പറഞ്ഞു ലാൻഡ് മാസ് കൂടുതലാണ്, പോപ്പുലേഷൻ കൂടുതലാണ്, ഇൻഡസ്ട്രീസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുന്നതും കൂടുതലായിരിക്കും. പിന്നെ അതിൽ റിലേറ്റഡ് അല്ലാത്ത ഒരു ഓപ്ഷൻ ആയിട്ടാണ് വരുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ സൗത്തേൺ ഹെമിസ്ഫിയറിനേക്കാളും കോൾഡർ ആണെന്നുള്ളത്. ടെമ്പറേച്ചറിന്റെ ബേസിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് റോങ് ആയിട്ട് വന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ എക്സ്പ്ലനേഷൻ ഏതാ? കണ്ടൻസേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ പ്യൂരിഫൈ ആവുന്ന പ്രോസസ്സാണ്. അത് സെറ്റിൽ ഡൗൺ ചെയ്തിട്ട് ഗ്രിഡ് ചാമ്പർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിൽ നമ്മുടെ ഹെവി പാർട്ടിക്കിൾസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ആണ്. അത് നമ്മുടെ ഈ ഫിൽട്രേഷൻ പോലത്തെ ഒരു ഫിൽട്ടർ പോലത്തെ ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. ഇത് നമ്മുടെ വെള്ളത്തിലുള്ള ഹെവി പാർട്ടിക്കിൾസിനൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പമ്പിനും പൈപ്പിനും ഒന്നും ഡാമേജ് ഇല്ലാതെ ഈ വെള്ളം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ഇതിൽ തന്നെ ടൈപ്സ് ഓഫ് ഗ്രിഡ് ചാമ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രിഡ് ചാമ്പേഴ്സ് ഉണ്ട്. വെള്ളം ഹൊറിസോണ്ടലി ഫ്ലോ ചെയ്യിപ്പിച്ചിട്ട് ഈ ഗ്രിഡ് വേസ്റ്റിനൊക്കെ സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കുന്നതുണ്ട്. അതുപോലെ വേസ്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എയർ പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നതുണ്ട്. പിന്നെ സർക്കുലാർ മോഷനിൽ വാട്ടർ മൂവ് ചെയ്യിപ്പിച്ചിട്ട് ആ വേസ്റ്റുകൾ എടുക്കുന്നതുണ്ട്. അങ്ങനെ ടൈപ്സ് ഓഫ് ഗ്രിഡ് ചാമ്പേഴ്സ് ഉണ്ട്. ഓക്കെ ആണോ സഹല? ഓക്കെ, ഇനി ആർക്കും ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. പിന്നെ നമ്മുടെ SDGs എല്ലാവരും ബൈഹേർട്ടായി പഠിച്ചു വെക്കുക. അപ്പോ ഇത്രയേ ഉള്ളൂ.
ആർക്കും ഇനി ഒന്നും ഡൗട്ടൊന്നും ഇല്ലാന്ന് കരുതുന്നു. എയ്ത്ത് ക്വസ്റ്റ്യൻ നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിൽ എൻവിറോൺമെന്റ് റിലേറ്റഡ് ഡേയ്സിനെ അറേഞ്ച് ചെയ്യാനുള്ളതായിരുന്നു. വേൾഡ് ഹെൽത്ത് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ, എർത്ത് ഡേ, വേൾഡ് ഓസോൺ ഡേ, ഇതിനെ അറേഞ്ച് ചെയ്യാനുള്ളതായിരുന്നു. ഇതിൽ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ 7 എർത്ത് ഡേ ഏപ്രിൽ 22 ആണ്. വേൾഡ് എൻവയോൺമെന്റ് ഡേ ജൂൺ 5 ആണ്. വേൾഡ് ഓസോൺ ഡേ സെപ്റ്റംബർ 16 ആണ്. അപ്പോൾ ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ ആണോ എലിസബത്ത്? ഇനി ആരുടെയും ഡൗട്ട് ഞാൻ വിട്ടുപോയതുണ്ടോ? ഓക്കെ, എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇനി ആർക്കൊന്നും ഇല്ലാന്ന് കരുതുന്നു. സെക്കൻഡിന്റെ പിക്ചർ ആണോ വേണ്ടേ, എക്സ്പ്ലനേഷൻ ആണോ വേണ്ടേ? ഓക്കെ, ഓക്കെ, ഓക്കെ. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്, ഹാവ് എ നൈസ് ഡേ.